ഹലോ, ഇന്ന് നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അതിനായി ഒരു 3 വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. സവോള നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തെടുക്കാം. തക്കാളി ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ദമ്മിടാനുള്ള ഉള്ളി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ആ ഓയിലിൽ നിന്ന് നമുക്ക് കുറച്ച് ഓയിലെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്തും ദം ഇടുന്ന സമയത്തും നമുക്കത് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലൈസ് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഗ്രേവി നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ ഇവിടെ ഫ്രൈ ചെയ്യാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനിവിടെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അരി വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം. റൈസ് ഒരു 80% ആയി കഴിഞ്ഞാൽ നമുക്കത് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ മേലെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും മല്ലിയിലയും പുതിനയിലയും കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ കവർ ചെയ്ത് വെച്ച് സ്ലോ ഫ്ലെയിമിൽ
നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ബിരിയാണി ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്.